നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നോയമ്പിൻ്റെ 15-ാം ദിവസമായ ഇന്നത്തെ ധ്യാനത്തിനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വചനങ്ങൾ. ദൈവമായിട്ടിട്ട് ഒരു മനുഷ്യൻ വന്നു, അവനെ യോഹന്നാൻ എന്ന് പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ തന്നെ വന്നു. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടുന്നവനത്രേ. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. പ്രശസ്തിയിലൂടെയല്ല ജീവിത വിജയം കൈവരിക്കേണ്ടത്. യോഹന്നാൻ സ്നാപകൻ വന്നത് എന്തിനു വേണ്ടിയായിരുന്നു? തന്നേക്കാൾ ശക്തനായവനെ ലോകത്തിന് പരിചയപ്പെടുത്തുവാൻ വേണ്ടി. സ്വന്തം കാര്യങ്ങളുടെ മഹിമയോ താൻ ചെയ്യുന്നതിൻ്റെ പുകഴ്ചയോ എടുക്കുവാൻ അവൻ തയ്യാറാകുന്നില്ല. എന്നാൽ ഇന്ന് പലർക്കും പ്രശസ്തി ഒരു പ്രലോഭനമാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്ന പോലെ ആകണം, എൻ്റെ പേര് എല്ലായിടത്തും വേണം. പ്രശസ്തിക്ക് വേണ്ടി പല പല കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നവരാണ്. എന്നാൽ യോഹന്നാൻ്റെ നിലപാടുകൾ വളരെ ശ്രദ്ധേയമാണ്. നീ ക്രിസ്തുവാണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നു, ഞാൻ ക്രിസ്തുവല്ല, എൻ്റെ പിന്നാലെ വരുന്നവൻ അവനാണ് ക്രിസ്തു. അവൻ്റെ ചെരുപ്പിൻ്റെ വാറടിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. എത്രമാത്രം എളിമയുള്ള ജീവിതത്തിന് ഉടമയാണ് യോഹന്നാൻ. അവൻ വളരുക, ഞാൻ കുറയുക എന്ന മനോഭാവം വാക്കും പ്രവൃത്തിയിലും തമ്മിൽ ഒരു അന്തരമില്ലാത്ത വ്യക്തി. യോഹന്നാൻ നമ്മെ ഓർപ്പിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. 1, നാം ചെയ്യുന്ന കാര്യം തെറ്റാണെന്ന് മനസ്സിലായാൽ അത് തെറ്റ് എന്ന് അംഗീകരിക്കുക. 2, നമ്മുടെ ഈ ഓട്ടപ്പാച്ചിലിന് ഒരു ബ്രേക്ക് ആവശ്യമാണ്. 3, നാം സ്വീകരിച്ച ക്രിസ്തുവിന് ഒത്തവണ്ണം ഫലകരമായി ജീവിക്കുക. ഈ ക്രിസ്മസ് നാളുകൾ അതിനായി നമ്മെ സഹായിക്കട്ടെ. സർവാശ്വാസങ്ങളുടെ ഉറവിടമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, ഈ ക്രിസ്മസിൻ്റെ കാലയളവിൽ കർത്താവേ, അടിയങ്ങൾക്ക് അല്പസമയം ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം സാവകാശം ഒരുക്കി തന്നോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശുവേ, നിന്റെ സന്നിധിയിൽ അല്പസമയം അടിയങ്ങൾ ഇരിക്കുന്ന അടിയങ്ങൾക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ആ യോഹന്നാനെ പോലെ എളിമയുള്ള ഒരു ജീവിതം നയിക്കുവാൻ തക്കവണ്ണം അടിയങ്ങളെ ഇടയാക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരവിടണമേ.